രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ശ്രീബുദ്ധന്റെ കഥയാണ്. 19ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ എൻ്റെ ചാനലിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, വേണമെന്നുള്ളവർക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ കാണാം. അതേ കണക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. 96453339 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ അതിനകത്ത് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, അഷ്ടപതിയുണ്ട്, ധർമ്മപദമുണ്ട്. പിന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, അത് നിശ്ചയമായും കാണണം. അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. അത് ദയവ് ചെയ്ത് എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ആപത്തുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ശ്രീബുദ്ധൻ്റെ ജീവിതകഥ 19ാമത്തെ അധ്യായത്തിലേക്ക് എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ കിട്ടുന്നതാണ്. പിന്നെ കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായിട്ട് അടുക്കിന് പറഞ്ഞ് 97 എപ്പിസോഡ് കഴിഞ്ഞു. 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ ഹും. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ രാധേ
രാധേ രാധേ രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. ശ്രീബുദ്ധന്റെ എപ്പിസോഡ് 19 മുടങ്ങാതെ പൂർത്തിയാക്കാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന എൻ്റെ പൊന്ന് 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 രാധാറാണി അമ്മ കി ജയ്. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ നിശ്ചയമായും കാണണം, പ്ലേലിസ്റ്റിലുണ്ട്. കിട്ടാത്തവരെൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നതാണ്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ആ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക, അടുത്ത ഒരു എപ്പിസോഡോട് കൂടി ശ്രീബുദ്ധന്റെ പരമ്പര അവസാനിക്കുകയാണ്. 20ാമത്തെ എപ്പിസോഡോടുകൂടി ശ്രീബുദ്ധന്റെ പരമ്പര അവസാനിക്കുകയാണ്. അപ്പോൾ യശോദര ശ്രീബുദ്ധന്റെ അടുക്കലേക്ക് വന്നു. യശോദരയും ശുദ്ധോദരനെയും കാണാനായിട്ടാണ് ബുദ്ധൻ വന്നത്. യശോദര ബുദ്ധന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ആര്യപുത്ര, എനിക്കങ്ങയോട് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 2 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കണം. എല്ലാവരും സ്തംഭിച്ചു നിന്നു. ബുദ്ധൻ എന്ന മഹാപ്രതിഭയെ എല്ലാവരും ആദരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പതിവിന് വിപരീതമായി കൊട്ടാരത്തിലെ അന്തഃപുര സ്ത്രീയായിട്ടുള്ള യശോദര വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയാണ്, എനിക്ക് അങ്ങയോട് 2 ചോദ്യങ്ങൾ ചോദിക്കണം. ശുദ്ധോദനൻ പകച്ചുപോയി. അപ്പോൾ ബുദ്ധൻ ശാന്തനായിരുന്നു. ബുദ്ധൻ പറഞ്ഞു, യശോദരെ, ചോദിച്ചോളൂ, നീ എന്തിനാണ് അതിന് അനുവാദം വാങ്ങിക്കുന്നത്? യശോദര പറഞ്ഞു, അങ്ങ് എന്നെ ഉപേക്ഷിച്ചു പോയിട്ട് 12 വർഷങ്ങളായിരിക്കുന്നു. ഈ 12 വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ച വേദന, ഞാൻ അനുഭവിച്ച പീഡനം അങ്ങേക്കറിയാമോ? ഞാൻ അനുഭവിച്ച അപമാനം എന്തെന്ന് അങ്ങേക്കറിയാമോ? ഓർക്കൂ, അങ്ങ് പോയത് കൊണ്ടല്ല ഞാൻ ദുഃഖിച്ചത്, അങ്ങ് പോയത് കൊണ്ടല്ല ഞാൻ അപമാനിക്കപ്പെട്ടത്. സത്യത്തെ അന്വേഷിച്ച് അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങയെ തടയുമായിരുന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാനും ഒരു ക്ഷത്രിയ ജാതിയിൽപ്പെട്ടവളാണ്. ക്ഷത്രിയ ജാതിയിൽപ്പെട്ട യശോദര അങ്ങ് പോകുന്നു എന്നറിഞ്ഞാൽ കരഞ്ഞ് നിലവിളിക്കുകയും അലമുറയിടുകയും അങ്ങയുടെ വഴി തടയുകയും ചെയ്യുമെന്ന് അത്രയ്ക്ക് ദുർബലയാണ് യശോദര എന്നങ്ങ് കരുതുന്നുണ്ടോ? അങ്ങങ്ങനെ കരുതിയോ? കരുതിയെങ്കിൽ അങ്ങനെ അപമാനിച്ചിരിക്കുന്നു. അങ്ങനെ കരുതിയിട്ടല്ലേ എന്നോടൊരു വാക്കു പറയാതെ പോയത്? അതെനിക്കേറ്റ അപമാനമാണ്. ഈ ഉണങ്ങാത്ത മുറിവുമായി 12 വർഷക്കാലമായി ഞാൻ ജീവിക്കുകയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ വിഷമം അങ്ങെന്നെ വിശ്വസിച്ചിരുന്നില്ല എന്നതായിരുന്നു. ആര്യപുത്ര, അങ്ങെന്തുകൊണ്ടാണ് എന്നിൽ വിശ്വാസമർപ്പിക്കാതിരുന്നത്? അങ്ങക്കെന്തുകൊണ്ടാണ് അങ്ങയുടെ യശോദര അങ്ങയെ തടയുകയില്ല, പോയിട്ട് വരൂ എന്ന് പറയുന്നതാണ് യശോദര എന്ന വിശ്വാസം അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഇല്ലാതായത്? ഞാൻ അങ്ങയെ പോകാൻ അനുവദിച്ചേനെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങേക്ക് ഞാനൊരു യാത്രയയപ്പ് നൽകുമായിരുന്നു. അങ്ങയോട് വിട പറയുവാനായി ഞാൻ അങ്ങയുടെ രഥം വരെ എത്തുമായിരുന്നു. രഥത്തിന്റെ അടുക്കലെത്തി അങ്ങയെ സന്തോഷത്തോടെ യാത്രയാക്കുമായിരുന്നു. അങ്ങ് കണ്ണിൽ നിന്നും മറയുന്നത് വരെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. യശോദര ധീരയാണ്, യശോദര ധീരയാണ്, യശോദര ക്ഷത്രിയ പെൺകുട്ടിയാണ്. യശോദര ക്ഷത്രിയ പെൺകുട്ടി. പക്ഷേ അങ്ങനെ വിശ്വസിച്ചില്ല. ഞാൻ ദുർബലയാണ്, സാധാരണ സ്ത്രീകളെ പോലെ അലമുറയിട്ട് കരഞ്ഞ് അങ്ങയുടെ വഴിമുടക്കും, അങ്ങയുടെ വഴിമുടക്കും എന്നങ്ങ് കരുതി. അതുകൊണ്ടല്ലേ എന്നെ വിശ്വാസമർപ്പിക്കാതിരുന്നത്? അഗ്നിസാക്ഷിയായി താലി കെട്ടിയ ഭാര്യയെ വിശ്വസിക്കാതിരുന്നത് ശരിയാണോ ആര്യപുത്ര?
സാക്ഷാൽ കൃഷ്ണ ഭഗവാന്റെ അവതാരമാണ് ശ്രീബുദ്ധൻ. സാക്ഷാൽ രാധാറാണിയുടെ അവതാരമാണ് യശോധര. കൃഷ്ണാവതാരത്തിൽ നമ്മൾ കണ്ടതാണ് രാധാറാണി ചില സമയത്ത് കൃഷ്ണനെ ഇട്ട് വരപ്പിക്കുന്നത്, കൃഷ്ണനോട് ആജ്ഞാപിക്കുന്നത്. അതേ, ആ രാധാറാണിയുടെ ശൗര്യവും വീര്യവുമാണ് ഇവിടെ കാണുന്നത്. ബുദ്ധൻ വളരെ സൗമ്യനായി. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യശോദരേ, നിന്നെ എനിക്ക് അന്നും വിശ്വാസമാണ്, നിന്നെ എനിക്ക് ഇന്നും വിശ്വാസമാണ്. നീ എന്നെ തടയുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഒരു കാരണവശാലും ഞാൻ കരുതിയിട്ടില്ല നീ എന്നെ തടയുമെന്ന്. അപ്പോൾ യശോദര ചോദിച്ചു, പിന്നെയോ? ബുദ്ധൻ വീണ്ടും പറഞ്ഞു, ശാന്തനായി പറഞ്ഞു, പ്രിയപ്പെട്ട യശോദരേ, എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു. നീ ഉണർന്നിരുന്നു എങ്കിൽ, രാഹുൽ ഒന്ന് ഉണർന്നിരുന്നു എങ്കിൽ എനിക്ക് പോകാൻ കഴിയില്ല. കാരണം ഞാൻ അത്രമേൽ ദുർബലനായിരുന്നു അന്ന്. എൻ്റെ മനസ്സ് ചാഞ്ചാടുകയായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ഒരു പകുതി പറയുകയാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിന്റെ പ്രാണപ്രേയസിയാണ് യശോദര. അവൾ നിന്നെ പ്രാണനെ പോലെ പ്രണയിക്കുന്നു. അവൾ സുന്ദരിയാണ്. നിന്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു ദിവസം മാത്രമേ പ്രായമായുള്ളൂ. ഉപേക്ഷിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ അവനെ ജനിപ്പിച്ചത്? അതുകൊണ്ട് നീ പോകരുതെന്ന് എൻ്റെ ഒരു വശം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ, എൻ്റെ ഹൃദയത്തിൻ്റെ മറുവശം പറഞ്ഞു, പോകൂ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇപ്പൊ പോയില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്ന് നീ മനസ്സിലാക്കൂ. നിന്റെ പിതാശ്രീ നിന്നെ രാജാവാക്കാൻ വേണ്ടി വളരെ വേഗം അതിൻ്റെ കാര്യങ്ങൾ ഒരുക്കുകയാണ്. ഒരിക്കൽ നീ രാജാവായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിനക്ക് സത്യത്തെ കണ്ടെത്താനുള്ള ആ യാത്ര നിനക്ക് പറ്റില്ല. ഒരു കാരണവശാലും നിനക്ക് പറ്റില്ല. അങ്ങനെ എൻ്റെ മനസ്സ് രണ്ട് പകുതിയായി പിരിഞ്ഞിരിക്കുകയായിരുന്നു യശോദരേ. എന്തിനധികം പറയുന്നു, എൻ്റെ പിതാശ്രീ ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ പോലും എനിക്ക് പോകാൻ കഴിയുകയില്ലായിരുന്നു. യശോദരേ, എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ യശോദര ധീരയാണ്. ഞാൻ നിന്നോട് പറയുകയാണ് യശോദരേ, എനിക്ക് സത്യത്തെ കണ്ടെത്താൻ പോകണം. സത്യത്തെ കണ്ടെത്തി ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ യശോദര എന്നെ സന്തോഷത്തോടു കൂടി യാത്രയാക്കുമെന്ന് എനിക്കറിയാം. എനിക്കത്രമേൽ വിശ്വാസമാണ് എൻ്റെ യശോദരയെ. എൻ്റെ യശോദര എന്നെ യാത്രയാക്കാൻ വേണ്ടി രഥത്തിൻ്റെ അടുക്കൽ വരെ എത്തുമെന്ന് എനിക്കറിയാം യശോദരേ, എനിക്കറിയാം. നീ ആ രഥത്തിൻ്റെ അടുക്കലെത്തും. രഥം നിന്റെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നീ എന്നെ കൈവീശി കാണിച്ചു കൊണ്ട് നിൽക്കും. എനിക്കറിയാം യശോദരേ, എനിക്കറിയാം. എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. പക്ഷേ എനിക്ക് എന്നിൽ വിശ്വാസമില്ല. എനിക്ക് എന്നിലായിരുന്നു യശോദരേ വിശ്വാസമില്ലാത്തത്. യശോദരേ, നീ എന്നെ യാത്രയാക്കാൻ രഥത്തിന്റെ അടുക്കൽ വന്നിരുന്നെങ്കിൽ. യശോദരെ അമ്പരന്ന് നിൽക്കുകയാണ്. എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. ബുദ്ധന്റെ കൂടെ വന്ന ശിഷ്യഗണങ്ങൾ അമ്പരന്ന് നിൽക്കുകയാണ്. ശുദ്ധോധന മഹാരാജാവ് അമ്പരന്ന് നിൽക്കുകയാണ്. ബുദ്ധൻ പറഞ്ഞു, യശോദരേ, എൻ്റെ യശോദരേ, നീ ആ രഥത്തിന്റെ അടുക്കലേക്ക് വന്നിരുന്നു എങ്കിൽ, നീ എൻ്റെ അടുക്കൽ വന്നിട്ട് നീ എന്നോട് പോകാനായിട്ട് പറഞ്ഞിരുന്നു എങ്കിൽ, അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ യശോദരേ, ഞാൻ ആ രഥത്തിൽ നിന്നിറങ്ങിയേനെ, നിന്റെ വിരൽത്തുമ്പിൽ പിടിച്ചേനെ, നിന്നെ ഞാൻ ചേർത്ത് വച്ചേനെ, രാഹുലിനെ എൻ്റെ തോളത്തിട്ടേനെ. എന്നിട്ട് സത്യാന്വേഷണത്തിനുള്ള യാത്ര ഉപേക്ഷിച്ച് ഞാൻ കൊട്ടാരത്തിലേക്ക് നടന്നേനെ. കാരണം യശോദരേ, നിന്നെ എനിക്കത്രയ്ക്കിഷ്ടമാണ്.
നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നീ അന്നെൻ്റെ പ്രാണനായിരുന്നു. അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു യശോദരേ. അന്നു മാത്രമല്ല, ഇന്നും ആ ദിവ്യമായ സ്നേഹം എനിക്ക് നിന്നോടുണ്ട്. അതുകൊണ്ടാണ് യശോദരേ ഞാൻ ഇവിടെ വന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നത് അതുകൊണ്ടാണ് യശോദരേ. നീ എൻ്റെ പ്രാണന്റെ ഒരംശമാണ്. നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു യശോദരേ. എന്നിൽ നിന്ന് വേർപെട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുകയില്ലായിരുന്നു. പറയൂ യശോദരേ, നിന്റെ പഴയ സിദ്ധാർത്ഥൻ നിന്നെ അപമാനിച്ചോ? യശോദര മുഖം കൊത്തിക്കരഞ്ഞു. പ്രഭോ എന്നോട് ക്ഷമിക്കണേ പ്രഭോ, എന്നോട് ക്ഷമിക്കണേ. എൻ്റെ അറിവില്ലായ്മയാണ്. ആര്യപുത്ര മാപ്പ്. അവിടെ കൂടി നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശക്തനായ ശുദ്ധോദന മഹാരാജാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. യശോദര പറഞ്ഞു, ഞാൻ ഭാഗ്യവതിയാണ്. ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഞാനാണ്. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യശോദരേ, നിനക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യശോദര ശ്രീബുദ്ധനെ നോക്കി, ആര്യപുത്ര, എനിക്കിപ്പോൾ ഒന്നും ചോദിക്കാനില്ല. എനിക്ക് ആ പാദപത്മങ്ങളിൽ വീണ് ചുംബിക്കണം. അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. ബുദ്ധൻ പറഞ്ഞു, യശോദരേ, നീ എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ സത്യാന്വേഷണത്തിന് പോകുന്നതിന് മുമ്പും പ്രിയപ്പെട്ടവളാണ്. സത്യത്തെ കണ്ടറിഞ്ഞതിന് ശേഷവും പ്രിയപ്പെട്ടതാണ്. ഇതാണ് ബുദ്ധൻ. സാധാരണ സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ തിരിഞ്ഞു നോക്കത്തില്ല, മക്കളെ തിരിഞ്ഞു നോക്കത്തില്ല. എന്തോ വിലപ്പെട്ട ഒരു നിധി കിട്ടി, പെണ്ണൊക്കെ വേറെ എന്തോ കുഴപ്പം ചെയ്യുന്നതാണ്, ഭാര്യയും മക്കളും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവിടെയാണ് ബുദ്ധൻ വേറിട്ട് നിൽക്കുന്നത്. ബുദ്ധനായ ശേഷവും പറയുന്നു, യശോദരേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അന്നും ഇന്നും ആ സ്നേഹത്തിലാണ് വ്യത്യാസം. അന്ന് നീ എൻ്റെ ഭാര്യ, ഇന്നോ പ്രപഞ്ച സത്യം കണ്ടറിഞ്ഞ ദിവ്യമായ സ്നേഹം. എന്നിട്ട് ബുദ്ധൻ സാധാരണ മഹർഷിമാരെ പോലെ ഭാര്യമാരിൽ നിന്ന് ഒളിച്ചോടാതെ തിരിച്ചു വരികയാണ് തൻ്റെ ഭാര്യയെ കാണാൻ. ഭാര്യയ്ക്കും അത് പകർന്നു കൊടുക്കാനായിട്ട് ബുദ്ധൻ തിരിച്ചു വരികയാണ്. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ യശോദരയുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അപ്പൊ യശോദരയോട് പറഞ്ഞു, നീ നിന്റെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കൂ. അപ്പോൾ യശോദര പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ ആര്യപുത്ര, എനിക്കിപ്പോ ഒന്നും ചോദിക്കണമെന്നില്ല. ബുദ്ധൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, നീ ചോദിക്കൂ. ആര്യപുത്ര, അങ്ങെനിക്ക് ഒരു വാക്ക് തന്നിരുന്നു. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു. എന്താണത്? അങ്ങ് പറഞ്ഞതാണ്, യശോദരേ, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഞാൻ നിന്നെ എന്നെന്നും പ്രേമിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്നേക്കും നിന്നോടൊപ്പം ഉണ്ടാകും. എൻ്റെ അവസാന ശ്വാസം വരെ നിന്നോടൊപ്പം ഉണ്ടാകും. നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകില്ല. എന്തുകൊണ്ടാണ് ഈ വാക്കങ്ങ് പാലിക്കാഞ്ഞത്? ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കേണ്ടതല്ലേ? അപ്പോൾ ബുദ്ധൻ വീണ്ടും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, യശോദരേ, നിനക്ക് തന്ന ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട്. അന്നും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഇന്നും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലാണ് വ്യത്യാസം. ഞാനിതാ നിന്റെ മുമ്പിൽ വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇനി ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം യശോദരേ. ഭാര്യ, ഭർത്താവ്, ലൗകിക സുഖങ്ങള്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് തിന്ന് കുടിച്ച് ഉന്മത്തരായി ജീവിക്കുന്നു. പിന്നെ മരിക്കുന്നു, വീണ്ടും ഏതെങ്കിലും ഗർഭപാത്രത്തിൽ വീഴുന്നു. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ഉറങ്ങുകയാണെന്ന് പറയും.
അവരുറങ്ങുകയാണ്. ആരാണ് ഉണർന്നിരിക്കുന്നത്? ഇതിലൊന്നുമല്ല കാര്യം, ഇതൊക്കെ ശാശ്വതമല്ല. ഭാര്യയും മക്കളും മറ്റുള്ളവരും എല്ലാം വിട്ടുപോകും, എല്ലാവരും ഒരു ദിവസം മരിക്കും, സത്യം അതിനപ്പുറമാണ് എന്ന് കരുതുന്നവനാണ് ഉണർന്നിരിക്കുന്നത്. അന്ന് ഞാൻ ഉറങ്ങുകയായിരുന്നു, നിദ്രയിലാണ് ഞാൻ നിനക്ക് വാക്ക് തന്നത്. ഉറക്കത്തിൽ തരുന്ന വാക്ക് പാലിക്കപ്പെടേണ്ടതില്ല യശോദരേ. ഉറങ്ങിക്കിടക്കുമ്പോൾ തരുന്ന വാക്കുകൾ പാലിക്കേണ്ടതില്ല. അത് മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ ഉണർന്നിരിക്കുകയാണ് യശോദരേ. നീയും രാഹുലനും എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളും ഇപ്പോഴും ഉറങ്ങുകയാണ്. ആ ഉറക്കം ഇങ്ങനെ കണ്ണടച്ച് കിടന്നുറങ്ങുന്ന ഉറക്കമല്ല ബുദ്ധൻ ഉദ്ദേശിച്ചത്. ലൗകിക സുഖങ്ങളിലുള്ള താല്പര്യം, ബന്ധങ്ങളുടെ കെട്ടുപാടുകള്, അത് ശാശ്വതമാണെന്ന ചിന്ത, അതിനെയാണ് ബുദ്ധൻ പറഞ്ഞത്. ബന്ധം വേണ്ടാന്നല്ല. കണ്ടില്ലേ, ബുദ്ധൻ ഭാര്യയെയും മക്കളെയും തിരക്കി വന്നില്ലേ? പക്ഷേ ഈ ഭാര്യയും ഒരു ദിവസം മരിക്കും, മകനും മരിക്കും, ഇത് ശാശ്വതമല്ല എന്ന ചിന്ത, അതാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്. ഇന്ന് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയ ആ പഴയ മനുഷ്യനല്ല, ഞാൻ സത്യം കണ്ടെത്തി, അതൊരു നിധിയാണ്. ആ നിധി ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ യശോദര ചോദിച്ചു, ഒരു കാര്യവും കൂടെ ഞാൻ ചോദിച്ചോട്ടെ? യശോദരേ, നിനക്കെന്തിനാണ് എന്നോട് അനുവാദം ചോദിക്കുന്നത്? നിനക്കെന്നോട് എന്തും ചോദിക്കാം. അപ്പോൾ പറഞ്ഞു, അങ്ങ് നേടിയത് എന്ത് തന്നെയാണെങ്കിലും, അങ്ങ് ഹിമാലയ പർവ്വതത്തിൽ പോയി ധ്യാനത്തിലിരുന്ന് ബോധോദയമുണ്ടായി, ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്തെന്ന് അങ്ങ് കണ്ടെത്തി. ആ അത് കണ്ടെത്താൻ ഹിമാലയ പർവ്വതം വരെ പോകണമായിരുന്നു ആര്യപുത്ര. ഇവിടെ ഈ രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങേക്ക് ജ്ഞാനോദയം പ്രാപിച്ച് ബുദ്ധനാകാൻ സാധിക്കത്തില്ലായിരുന്നു. ഉഗ്രനൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മാന്യ പ്രേക്ഷകരെല്ലാം അത് കേൾക്കണം. ഉഗ്രനൊരു ചോദ്യം, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചോദ്യം, അതിന് ഉഗ്രൻ മറുപടി. യശോദര ചോദിച്ച ചോദ്യം ഇതാണ്. ഭാര്യയായ എന്നോടും രാഹുലനായ എന്നോടൊപ്പവും ഇരുന്ന് ഈ സിംഹാസനത്തിലിരുന്ന് ജനങ്ങളെ ഭരിച്ചുകൊണ്ട് തന്നെ ഹിമാലയത്തിൽ എങ്ങും പോകാതെ അങ്ങേക്ക് ബോധോദയം, ജ്ഞാനോദയം പ്രാപിക്കാൻ അങ്ങേക്ക് കഴിയുകയില്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ബുദ്ധൻ പറഞ്ഞു, യശോദരേ, നിന്റെ ചോദ്യം ശരിയാണ്. എനിക്ക് ഈ രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് നേടാൻ കഴിയുമായിരുന്നു. ഹിമാലയ പർവ്വതത്തിലേക്ക് എനിക്ക് പോകേണ്ട യാതൊരാവശ്യവുമില്ലായിരുന്നു. എവിടേക്കും പോകേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോയാൽ മാത്രം മതിയായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോയാൽ എനിക്ക് സത്യത്തെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു. ഈ ഒരു ദിവസത്തിന് ശേഷം അന്നത്തെ ദിവസം തന്നെ സായം സന്ധ്യയിൽ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് നടത്തിയ ധർമ്മ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് എൻ്റെ ധർമ്മഭക്തി എന്നോട് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ചോദ്യം ചോദിച്ചു. അവൾ ചോദിച്ചു, ഒരു രാജാവായിരുന്നു കൊണ്ട് തന്നെ രാജകൊട്ടാരത്തിൽ വെച്ച് ബോധോദയം പ്രാപിക്കാമായിരുന്നില്ലേ എന്ന്. ഞാൻ അവളോട് പറഞ്ഞു, ബോധോദയം പ്രാപിക്കാം. അതിന് സ്ഥലമോ സമയമോ ഇല്ല. എപ്പോഴും ഏത് നിമിഷവും എവിടെ വെച്ചും അതുണ്ടാകാം. പക്ഷേ അന്ന് എനിക്കത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. എനിക്കത് പറഞ്ഞു തരാനായിട്ട് ആരുമില്ലായിരുന്നു. ഒരു മനുഷ്യനും എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഇന്ന് ഞാൻ സത്യം കണ്ടെത്തി. ഞാൻ യശോദരയെ നിന്നോട് പറയുന്നു, എനിക്ക് കൊട്ടാരം വിട്ടു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കാകാം. രാധേ രാധേ ചാനൽ കേൾക്കുന്ന ഓരോ പ്രേക്ഷകരും അറിയുക, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ബുദ്ധനാകാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ? നിങ്ങൾ ആദ്യം ചിന്തകളെ ഒതുക്കുക, ഏത് പ്രവൃത്തിയും ബോധപൂർവം ചെയ്യുക, അലയുന്ന മനസ്സിനെ പിടിച്ചു കെട്ടുക, ഒട്ടാതിരിക്കുക. ഭാര്യ, ഭർത്താവ്, മക്കൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുക. പക്ഷെ ഒരാൾ മരിച്ചു പോയാൽ
അത് ജീവിതത്തിലുള്ളതാണ്, പ്രപഞ്ചത്തിലുള്ളതാണ്. ദുഃഖിക്കാതിരിക്കുക, ചിന്തകളെ പിടിച്ചു കെട്ടുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനകത്തിരുന്ന് ബുദ്ധനാകാൻ പറ്റും. ഇതാണ് സാക്ഷാൽ ശ്രീ ബുദ്ധൻ ഈ യശോദരയ്ക്ക് കൊടുത്ത മറുപടി. യശോദര പറഞ്ഞു, സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അങ്ങ് സത്യസന്ധനാണ്. അങ്ങ് സത്യസന്ധനായതുകൊണ്ടാണ് ഇങ്ങനൊരു ഉത്തരം പറഞ്ഞത്. അങ്ങേക്കറിയാമോ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങ് വരുമെന്ന്. എൻ്റെ ഈ കുഞ്ഞ്, ഇനി നമുക്ക് ഈ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് പോകാം. എന്തു ചെയ്തു? 12 വയസ്സുള്ള രാഹുലിനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും അവൻ്റെ അച്ഛനെ കുറിച്ച്. എപ്പോഴും എന്നോട് ചോദിക്കും. അപ്പം ഞാൻ അവനോട് പറയും, കാത്തിരിക്ക്, കാത്തിരിക്ക്, നിന്റെ പിതാവ് വരും. അദ്ദേഹത്തിന് ക്രൂരനാകാൻ കഴിയില്ല, അദ്ദേഹത്തിന് ദയയില്ലാത്തവനാകാൻ കഴിയില്ല, അദ്ദേഹത്തിന് മനുഷ്യത്വരഹിതനാകാൻ കഴിയില്ല. സത്യം കണ്ടെത്തിയാൽ അദ്ദേഹം തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങിതാ വന്നിരിക്കുന്നു. അങ്ങ് സത്യസന്ധനാണ്, അങ്ങെല്ലാം തുറന്നു തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് ഈ രാഹുലന് ജന്മം നൽകി, ഈ രാഹുലൻ അങ്ങ് ജന്മം നൽകി, ജന്മം നൽകിയ പിതാവാണ്. ഈ ജന്മം നൽകിയ പിതാവ് 12 വർഷങ്ങൾക്ക് ശേഷം രാഹുലനെ കാണാൻ വന്നിരിക്കുകയാണ്. ആ രാഹുലനെ കാണാൻ വന്നിരിക്കുന്നു. ഈ മകന് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? എന്താണ് കൊടുക്കാനുള്ളത്? ബുദ്ധൻ പുഞ്ചിരിച്ചിട്ട് യശോദരയോട് പറഞ്ഞു, യശോദരെ, ഇവന് രാഹുൽ എന്ന പേരിട്ടത് ഞാനാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹിന്ദുക്കളുടെ വിധിപ്രകാരം ചന്ദ്രൻ ഒരു ദൈവമാണ്. ചന്ദ്രനെ രാഹുവും കേതുവും കൂടെ പിടികൂടും. അപ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. അവർ ചന്ദ്രനെ കൊല്ലാനായിട്ട് ശ്രമിക്കും. പക്ഷേ ചന്ദ്രനാകട്ടെ ഓരോ സമയവും അവരിൽ നിന്ന് അതിവിദഗ്ധമായിട്ട് എന്ത് ചെയ്യും? രക്ഷപ്പെടും. അതുപോലെ എൻ്റെ ഹിമാലയത്തിലേക്കുള്ള യാത്ര തടയാനായി ജനിച്ചവനാണ് ഇവൻ. രാഹുവും കേതുവും ചന്ദ്രനെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ എന്നെ സന്യാസത്തിലേക്ക് പോകുന്നതിൽ നിന്ന് ഇവൻ വരിഞ്ഞു മുറുക്കും. ഇവനോടുള്ള സ്നേഹവും ഇവനോടുള്ള ബന്ധങ്ങളും അതെന്നെ ചങ്ങലക്കെട്ടുകളാണ്. അതുകൊണ്ടാണ് ഇവന് ഞാൻ രാഹുലൻ എന്ന് പേരിട്ടത്. ഇപ്പോൾ നീ പറഞ്ഞു ഇവൻ എന്താണ് കൊടുക്കാനുള്ളതെന്ന്. ബുദ്ധൻ ചിരിച്ചുകൊണ്ട് ആനന്ദനോട് പറഞ്ഞു, ആനന്ദാ, എൻ്റെ ഭിക്ഷാപാത്രം തരൂ. ആനന്ദൻ ആ ഭിക്ഷാപാത്രം കൊടുത്തു. അദ്ദേഹം ആ ഭിക്ഷാപാത്രം എടുത്ത് രാഹുലന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, അച്ഛൻ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സമ്പത്താണിത്. ഇനി എൻ്റെ കയ്യിൽ യാതൊന്നുമില്ല. ഇതാ ഞാനത് നിനക്ക് തരുന്നു. ഇനി ഞാൻ ഭിക്ഷ യാചിക്കേണ്ടത് എൻ്റെ കൈകൾ കൊണ്ടാണ്. മകനെ, അച്ഛൻ നിനക്ക് സന്യാസ ദീക്ഷ നൽകിയിരിക്കുന്നു. എന്നിട്ട് യശോദരയോട് പറഞ്ഞു, യശോദരേ, നിന്റെ മകൻ സന്യാസ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നു. നീ എന്തുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നത്? നീയും അത് സ്വീകരിക്കൂ. അപ്പോൾ പറഞ്ഞു, ആര്യപുത്ര, എന്നെയും അങ്ങയുടെ സംഘത്തിൽ ചേർക്കൂ. അതെ, അദ്ദേഹം ആനന്ദനോട് തിരിഞ്ഞു. ആനന്ദൻ ഇതാ വീണ്ടും ഒരു മഞ്ഞ വസ്ത്രം കൊടുത്തു. അദ്ദേഹം ആ മഞ്ഞ വസ്ത്രം കൊണ്ട് യശോദയെ പുതച്ചു. എന്നിട്ട് യശോദയ്ക്ക് സന്യാസ ദീക്ഷ നൽകി. ഇത്രയുമായപ്പോൾ ശുദ്ധോദന മഹാരാജാവ് പറഞ്ഞു, മകനെ, എന്തുകൊണ്ടാണ് വൃദ്ധനായ ഈ പിതാവിനെ മാത്രം നീ തടഞ്ഞത്? എന്തുകൊണ്ടാണ് വൃദ്ധനായ ഈ പിതാവിന് നീ സന്യാസ ദീക്ഷ നൽകാത്തത്? മകനെ, നീ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു, തപസ് ചെയ്ത നിധി കണ്ടെത്തിയിരിക്കുന്നു. അത് യശോദയ്ക്ക് പകർത്തു കൊടുക്കാൻ തീരുമാനിച്ചു, രാഹുലന് പകർത്തു കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ മോനെ, വൃദ്ധനായ ഈ പിതാവിനെ നീ ഉപേക്ഷിക്കുകയാണോ? അപ്പൊ ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലുമില്ല. ആനന്ദ,
അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനാണ് ആനന്ദൻ. ആനന്ദൻ അടുത്ത ഭിക്ഷാപാത്രം നൽകി. അത് ശുദ്ധോദനന്റെ കയ്യിൽ കൊടുത്തു. അവിടെ വെച്ച് ശുദ്ധോദനന് സന്യാസ ദീക്ഷ നൽകി. 3 പേർക്കും സന്യാസ ദീക്ഷ നൽകിയിട്ട് പറഞ്ഞു, നമ്മൾ ഈ കാണുന്ന സാമ്രാജ്യം, ഇപ്പോൾ കാണുന്ന ഈ സാമ്രാജ്യത്തെക്കാൾ വലിയ ഒരു സാമ്രാജ്യമുണ്ട്. അവിടേക്കാണ് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞാൻ കണ്ടെത്തിയ ഒരു വലിയ നിധി. പിതാവേ, രാഹുല, യശോദ, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ സാമ്രാജ്യത്തിന് മുന്നിൽ ഈ സാമ്രാജ്യം ഒന്നുമല്ല, കപിലവസ്തു ഒന്നുമല്ല. അത്രയ്ക്ക് വലിയൊരു സാമ്രാജ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വന്ന് 12 വയസ്സുള്ള എൻ്റെ മകനെ ഞാൻ അത്രയ്ക്ക് ഉറപ്പില്ലെങ്കിൽ കൊണ്ടുപോകുമോ? ഇതിനേക്കാൾ വലിയ ഒരു സാമ്രാജ്യം കാണിച്ചു തരാനായിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ 3 പേരും ഇതാ ബുദ്ധം സന്യാസികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പോകാം, നമുക്ക് പോകാം. അത്ഭുതകരമായ കാഴ്ച, ലോകത്തിന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ച, ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ച, ഇന്നുവരെ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത, ഇനിയൊട്ട് സംഭവിക്കാനും പോകാത്ത ഒരു കാഴ്ച. ഒരു രാജ്യം, ആ രാജ്യത്തെ ചക്രവർത്തി, ആ രാജ്യത്തിന്റെ അനന്തരാവകാശിയായ പുത്രൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ വീണ്ടും രാജപദവി ഏറ്റെടുക്കേണ്ട രാഹുലൻ. അതേ, ഒരു രാജ്യം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ചക്രവർത്തി, ചക്രവർത്തിയുടെ മകൻ, ചക്രവർത്തിയുടെ ഭാര്യ, മകന്റെ ഭാര്യ, ചക്രവർത്തിയുടെ മകന്റെ മകൻ, അതേ, അവർ സന്യാസം സ്വീകരിച്ച് രാജ്യം ഉപേക്ഷിച്ച് നടന്നു നീങ്ങുകയാണ്. അപ്പോഴേക്കും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അവരിൽ നല്ലൊരു പങ്കും പറഞ്ഞു, ഇനി ഞങ്ങൾ എന്തിന്, ഞങ്ങളും വരികയാണ്, ഞങ്ങൾക്കും കാണണം ആ സാമ്രാജ്യം, ഞങ്ങൾക്കും കാണണം. ഈ സാമ്രാജ്യത്തെക്കാൾ വലിയൊരു സാമ്രാജ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. അതെ, പ്രപഞ്ചത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം ഇനി ഒരിക്കലും സംഭവിക്കില്ല. ചക്രവർത്തി, ചക്രവർത്തിയുടെ മകൻ, മകന്റെ മകൻ, ചക്രവർത്തിയുടെ മകന്റെ ഭാര്യ, ജനങ്ങൾ, പ്രജകൾ ഒന്നടങ്കം പോവുകയാണ്, ഒന്നടങ്കം പോവുകയാണ്. മഞ്ഞ വസ്ത്രധാരി, പീതാംബരധാരികൾ പോവുകയാണ്, നടന്ന് നടന്ന് നീങ്ങുകയാണ്. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. അടുത്ത ഒരു എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. അതേ, ശ്രീബുദ്ധൻ വന്നു. ശ്രീബുദ്ധൻ വന്ന് തൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും തൻ്റെ മകനെയും തൻ്റെ പിതാവിനെയും തൻ്റെ രാജ്യത്തെ ജനങ്ങളെയും കൊണ്ട് പോവുകയാണ്. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.